നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 തുല്യത ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദ ഗിഫ്റ്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ഗിഫ്റ്റ് എഴുതിയതാരാണ്? എസ്.കെ. പൊറ്റക്കാട് അല്ലേ? എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹം മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. ഒത്തിരി യാത്രാവിവരണങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ദ ഗിഫ്റ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ്.കെ. പൊറ്റക്കാട് റോം എന്ന് പറയുന്ന സ്ഥലം സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ദ ഗിഫ്റ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി റിട്ടൺ ബൈ എസ്.കെ. പൊറ്റക്കാട്. അപ്പോൾ എസ്.കെ. പൊറ്റക്കാട് എഴുതിയ വളരെ മനോഹരമായ ഒരു സ്റ്റോറിയാണ് എന്ത്? ദ ഗിഫ്റ്റ്. ഇൻ ദി സ്റ്റോറി, ഈ കഥയിൽ പൊറ്റക്കാട് നറേറ്റ്സ് ഹിസ് എക്സ്പീരിയൻസ് അറ്റ് എ റോം സെമെട്രി. അപ്പോൾ ഈ കഥയിൽ പൊറ്റക്കാട് നറേറ്റ് ചെയ്യുന്നത്, വിവരിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? അദ്ദേഹം വിസിറ്റ് ചെയ്ത റോമിലെ ഒരു സെമെട്രിയെക്കുറിച്ചാണ്. സെമെട്രി മീൻസ് സെമിത്തേരി. ഓക്കെ, അപ്പോൾ റോമിലെ സെമിത്തേരിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. വൺസ് ദ നറേറ്റർ വിസിറ്റഡ് റോം. ഒരിക്കൽ നറേറ്റർ എവിടെ വിസിറ്റ് ചെയ്തു? റോം വിസിറ്റ് ചെയ്തു. He wished to visit the tomb of the famous English poet Shelley. He wished, ആരാഗ്രഹിച്ചു? എസ്.കെ. പൊറ്റക്കാട് ആഗ്രഹിച്ചു. എന്ത്? ടു വിസിറ്റ് ദ ടൂം. എന്ത് വിസിറ്റ് ചെയ്യണം എന്ന്, എവിടെ സന്ദർശിക്കണം എന്ന്? ദ ടൂം മീൻസ് ശവകുടീരം. ആരുടെ? ഓഫ് ദ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ഷെല്ലി. അതായത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വളരെ പ്രശസ്തനായ കവി ആയ പി.ബി. ഷെല്ലിയുടെ ശവക്കല്ലറ വിസിറ്റ് ചെയ്യണം എന്ന് ആരാഗ്രഹിച്ചു? എസ്.കെ. പൊറ്റക്കാട് ആഗ്രഹിച്ചു. അതിനാണ് അദ്ദേഹം റോമിലേക്ക് പോയത്. സോ ഇൻ ദ ഈവനിങ് ഹി കോട്ട് എ ബസ്. വൈകുന്നേരം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ബസ് പിടിച്ചു. ആൻഡ് വെൻ ടു ദ നിയർ ബൈ സെമെട്രി. അടുത്തുള്ള സെമെട്രിയിലേക്ക് പോയി. ഹി ഓൾസോ ബോട്ട് എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ടു പ്ലേസ് അറ്റ് ടോം. അപ്പോൾ എന്താണ്? ഹി ബോട്ട് എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അദ്ദേഹം ഒരു ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, ഒരു ബൊക്കെ കൂടെ വാങ്ങിച്ചു. എന്തിന്? ടു പ്ലേസ് അറ്റ് ടൂം. ആരുടെ ശവകുടീരത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്? പി.ബി. ഷെല്ലിയുടെ ശവകുടീരത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ബൊക്കെ കൂടെ വാങ്ങിച്ചു. ഓൺലി അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ സെമെട്രി. അദ്ദേഹം സെമെട്രിയുടെ പ്രവേശന കവാടത്തിൽ എത്തിയപ്പോഴാണ് ഹി കെയിം ടു നോ ദാറ്റ്. അദ്ദേഹം അറിഞ്ഞത് എന്ത്? ദാറ്റ് ഹി വാസ് ഇൻ ദ റോങ് പ്ലേസ്. അദ്ദേഹം എത്തിച്ചേർന്നത് തെറ്റായ സ്ഥലത്തെന്നത്. അതായത് പി.ബി. ഷെല്ലിയെ അടക്കിയ സെമെട്രിയിലല്ല ആരെത്തിയത്? എസ്.കെ. പൊറ്റക്കാട് എത്തിയത്. But it was so late that he could not reach the Protestant cemetery in time. അദ്ദേഹം വളരെ വൈകിപ്പോയി. അദ്ദേഹത്തിന് ഇനി എവിടെ എത്താൻ കഴിയില്ല? പ്രൊട്ടസ്റ്റൻ്റ് സെമെട്രിയിൽ എത്താൻ കഴിയില്ല. ഈ പ്രൊട്ടസ്റ്റൻ്റ് സെമെട്രിയിലാണ് ആരെ അടക്കം ചെയ്തിരിക്കുന്നത്? പി.ബി. ഷെല്ലിയെ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എത്തിപ്പെട്ടത് മറ്റൊരു സെമെട്രിയിലാണ്. ഹീ ഗോട്ട് ഡിസപ്പോയിൻറ്റഡ്. അദ്ദേഹം നിരാശനായി. ഓക്കെ, അറ്റ് ലാസ്റ്റ് ദ നറേറ്റർ ഡിസൈഡഡ് ടു ഗോ ഇൻ. അവസാനം നറേറ്റർ എന്ത് തീരുമാനിച്ചു? ഇപ്പോൾ എത്തിച്ചേർന്ന സെമെട്രിയുടെ അകത്തേക്ക് കടക്കാൻ തീരുമാനിച്ചു. ദ സെമിട്രി അട്രാക്റ്റഡ് ഹിം. ഈ സെമിത്തേരി അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു. ഹീ സോ ദ ടൂം ഓഫ് ദ റിച്ച് ആൻഡ് ദ പുവർ ആൻഡ് ദ വെർജിൻ ആൻഡ് ദ ബുച്ചർ ലൈ ടുഗെദർ. അദ്ദേഹം കണ്ടു ദ ടൂം ഓഫ് ദ റിച്ച്, പണക്കാരൻ്റെ ശവക്കല്ലറ, ആൻഡ് ദ പുവർ, പാവപ്പെട്ടവൻ്റെ ശവക്കല്ലറ, ആൻഡ് ദ വെർജിൻ, പിന്നെ ആരാണ്? വെർജിൻ മീൻസ് കന്യകമാർ. ഓക്കെ, കന്യകമാരുടെ ശവക്കല്ലറ. ആൻഡ് ദ ബുച്ചർ മീൻസ് കശാപ്പുകാർ. ഓക്കെ, കശാപ്പുകാരുടെ ശവക്കല്ലറ. ലൈറ്റ് ടുഗെദർ, എല്ലാം എവിടെയാണ്? ഒരേ സ്ഥലത്താണല്ലേ. അപ്പോൾ ഒന്നുകൂടെ എസ്.കെ. പൊറ്റക്കാട് എന്തൊക്കെ കണ്ടു? ദ ടൂം ഓഫ് ദ റിച്ച്, പണക്കാരുടെ ശവക്കല്ലറയുടെ അടുത്ത് തന്നെ ആരുടെയും ശവക്കല്ലറയുണ്ട്? പാവങ്ങളുടെ. അതുപോലെ കന്യകമാരുടെ, കശാപ്പുകാരുടെ, എല്ലാവരുടെയും ശവക്കല്ലറകൾ ഒരേ സ്ഥലത്ത് അല്ലേ. ഡെത്ത് ലെവൽസ് എവറിത്തിങ്. മരണം എല്ലാവരെയും എന്താക്കുന്നു? സമന്മാരാക്കുന്നു. There were so many people who came with flowers to remember the dead on the anniversary of their death. അപ്പോൾ എന്താണ്? ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എങ്ങനെ വരുന്നുണ്ട്? ഫ്ലവേഴ്സുമായി, പുഷ്പങ്ങളുമായി അല്ലേ. പുഷ്പങ്ങളുമായി വരുന്നു. ടു റിമെമ്പർ, ഓർക്കാൻ, ദ ഡെഡ്, മരിച്ചുപോയവരെ ഓർക്കാൻ. എന്നോർക്കാൻ? ഓൺ ദ ആനിവേഴ്സറി ഓഫ് ദെയർ ഡെത്ത്. ഓക്കെ, അവരുടെ ഡെത്ത് ആനിവേഴ്സറിക്ക് അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് പുഷ്പങ്ങളുമായി ആര് വരുന്നു? അവരുടെ വളരെ പ്രിയപ്പെട്ട ആൾക്കാർ വരുന്നു. സെമെട്രീസ് കുഡ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ്. അപ്പോൾ സെമിത്തേരികളെ എങ്ങനെയാണ് എസ്.കെ. പൊറ്റക്കാട് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ആസ് ദ സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ്,
നിശബ്ദമായ വികാരങ്ങളുടെ യുദ്ധഭൂമി. അങ്ങനെയാണ് സെമിത്തേരികളെ ആര് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? എസ്.കെ. പൊറ്റക്കാടൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ദ നറേറ്റർ ഒബ്സർവ്ഡ് ആൻ ഓൾഡ് കപ്പിൾ. അപ്പോൾ എന്താണ്? നറേറ്റർ എസ്.കെ. പൊറ്റക്കാട് ആരെ കണ്ടു? ഒരു വൃദ്ധരായ ദമ്പതിമാരെ കണ്ടു. ദേ കെയിം ടു ദ ടൂം ഓഫ് ദെയർ സൺ. അവർ എന്തിനാണ് വന്നത്? അവരുടെ മകൻ്റെ ശവക്കല്ലറ കാണാനാണ് വന്നത്. ദേ ബിക്കെയിം ഇമോഷണൽ. അവർ ഇമോഷണലായി. ദേ ക്ലീൻഡ് ദെയർ ആൻഡ് ഈവൻ പുട്ട് എ ടോയ് ദെയർ. അപ്പോൾ എന്ത് ചെയ്തു? അവർ ആ ശവക്കല്ലറ ക്ലീൻ ചെയ്തു. വൃത്തിയാക്കിയതിന് ശേഷം അവിടെ എന്ത് വെച്ചു? ഒരു ടോയ് വെച്ചു. ടോയ് എന്ന് പറയുമ്പോൾ കളിപ്പാട്ടം. ഓക്കെ. ദെയർ സൺ പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 9. അവരുടെ മകൻ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചു പോയത്? 9ാമത്തെ വയസ്സിലാണ് മരിച്ചു പോയത്. പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്നാണ് അർത്ഥം. ഓക്കെ. ഇഫ് ഹീ വേ അലൈവ്. അപ്പോൾ മരിച്ചുപോയ ആൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മരിച്ചുപോയ അവരുടെ മകൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഹീ വുഡ് ബി 44 നൗ. ഇപ്പോൾ എത്ര വയസ്സാകുമായിരുന്നു? 44 വയസ്സാകുമായിരുന്നു. പക്ഷേ അവരുടെ മകൻ വളരെ കുട്ടിക്കാലത്ത് തന്നെ എന്ത് ചെയ്തു? മരിച്ചുപോയി. ബട്ട് ഫോർ ഹിസ് പാരൻസ്. അവൻ്റെ മാതാപിതാക്കൾക്ക് ഹീ വുഡ് ഓൾവേസ് ബി എ സ്മോൾ ബോയ്. അവൻ എന്നും ഒരു കുഞ്ഞു കുട്ടി തന്നെ ആയിരിക്കും. ആഫ്റ്റർ ദ ഓൾഡ് കപ്പിൾ ഹാഡ് ലെഫ്റ്റ്. ഓക്കെ. ആ വൃദ്ധരായ ദമ്പതിമാർ പോയപ്പോൾ ദ നറേറ്റർ പ്ലേസ്ഡ് ഹിസ് ബൊക്കെ അറ്റ് ദ ടൂം. ഓക്കെ. ഈ നറേറ്റർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ബൊക്കെ ആരുടെ ടൂമിൽ സമർപ്പിച്ചു? ഈ കുട്ടിയുടെ ശവക്കല്ലറയിൽ സമർപ്പിച്ചു. ഇത്രയുമാണ് ഈ പാഠത്തിലെ മെയിൻ പോയിൻറ്റ്സ്. അടുത്ത ക്ലാസ്സിന് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. ക്ലാസ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.